ഹായ് ഓൾ വെൽക്കം ടു സൈലം SSC RRB. സോ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് പ്ലാൻ ഹോർമോൺസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. സസ്യ ഹോർമോണുകൾ. നമുക്കറിയാം ആനിമൽ ഹോർമോൺസ് എന്നുള്ള രീതിയിൽ നമ്മൾ പലതരത്തിലുള്ള ഹോർമോൺസിനെ പഠിക്കും. തൈറോക്സിൻ ഉണ്ട്, ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ട്, നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്ന അഡ്രിനാലിൻ എന്ന് പറയുന്ന എമർജൻസി സിറ്റുവേഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ഉണ്ട്. ഇങ്ങനെ നമ്മുടെ നാഡീവ്യവസ്ഥയുടെ കൂടെ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളിൽ കൺട്രോളും കോർഡിനേഷനും ചെലുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കെമിക്കലായിട്ടുള്ള വസ്തുക്കളെയാണ് നമ്മൾ ഹോർമോൺസ് എന്ന് വിളിക്കുന്നത്. നമ്മൾ സസ്യങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സസ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നാഡീവ്യവസ്ഥ ഇല്ലെങ്കിൽ പോലും അവരുടെ കാര്യങ്ങൾ കൺട്രോളും കോർഡിനേറ്റും ചെയ്യാനായിട്ട് എന്തുണ്ട്? പ്ലാന്റ് ഹോർമോൺസ് എന്നുള്ള ഒരു വിഭാഗം കെമിക്കൽസ് ഉണ്ട്. ആ പ്ലാന്റ് ഹോർമോൺസിനെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ വളരെ ബ്രീഫായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ പ്രധാനപ്പെട്ട പ്ലാൻ ഹോർമോൺസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം അവരുടെ പേരുകൾ നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്സിൻ, സൈറ്റോകൈനിൻ, ഗിബർലിൻ, അബ്സിസിക് ആസിഡ്, എത്തിലീൻ. ഓക്സിൻ, സൈറ്റോകൈനിൻ, ഗിബർലിൻ, അബ്സിസിക് ആസിഡ് ആൻഡ് ഫൈനലി എത്തിലീൻ. ഇത്രയുമാണ് നമ്മുടെ പ്രധാനപ്പെട്ട പ്ലാൻ ഹോർമോൺസ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനെ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാനായിട്ട് രണ്ടായിട്ട് തരംതിരിക്കാനായിട്ട് സാധിക്കും. പ്ലാൻ ഹോർമോൺസ് can be classified into two. പ്ലാന്റ് ഹോർമോൺസിനെ നമ്മൾ എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി രണ്ടായിട്ട് തരംതിരിക്കാൻ പോവുകയാണ്. ഒന്ന്, പ്ലാന്റിന്റെ ഓവറോൾ ആയിട്ടുള്ള ഡെവലപ്മെന്റിനെ സഹായിക്കുന്ന തരത്തിലുള്ള ഹോർമോൺസ് ആണ്. അതിനെയാണ് നമ്മൾ ഗ്രോത്ത് ഹോർമോൺസ് അല്ലെങ്കിൽ പ്ലാന്റ് ഗ്രോത്തിനെ സഹായിക്കുന്ന ഹോർമോൺസ് എന്ന് വിളിക്കുന്നത്. ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നവരാണ്, അതുകൊണ്ട് ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത്. ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് പ്ലാന്റിന്റെ ഓവറോൾ ആയിട്ടുള്ള എല്ലാതരം ഡെവലപ്മെന്റിനെയും സഹായിക്കുന്നവരെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ഒരു പൂ ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നത്, അല്ലെങ്കിൽ ബഡ് ഉണ്ടാക്കാനായിട്ട്, അല്ലെങ്കിൽ ലെങ്ത് കൂടാനായിട്ട് സഹായിക്കുന്നത്, ഇതൊക്കെ അതിന്റെ ഗ്രോത്ത് പ്രൊമോട്ടിങ് ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ അവരെ നമ്മൾ എന്ത് വിളിക്കും? ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് എന്ന് വിളിക്കും. ഇനി നേരെ റിവേഴ്സ് ആയിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്നവരെ നമ്മൾ എന്ത് വിളിക്കും? ഗ്രോത്ത് ഇൻഹിബിറ്റേഴ്സ് എന്നാണ് വിളിക്കുക. അപ്പൊ രണ്ട് തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. ഗ്രോത്ത് പ്രൊമോട്ടേഴ്സും ഉണ്ട്, ഗ്രോത്ത് ഇൻഹിബിറ്റേഴ്സും ഉണ്ട്. അപ്പൊ ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഈ അഞ്ചെണ്ണത്തിൽ ഏതൊക്കെ ആൾക്കാർ വരുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് നമ്മുടെ സ്വന്തം ഓക്സിൻ ആണ് വരുന്നത്. ഓക്സിൻ ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്. രണ്ടാമത്തത് സൈറ്റോകൈനിൻ എന്ന് പറയുന്ന ഹോർമോൺ ആണ് ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ആക്ടിവിറ്റി ചെയ്യുന്നത്. ആൻഡ് മൂന്നാമത്തത് ഗിബർലിൻ എന്ന് പറയുന്ന ഹോർമോൺ. ഓക്കെ, സോ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത സീക്വൻഷ്യലി നമ്മൾ പോകുമ്പോൾ മൂന്ന് ആൾക്കാർ എന്ന് പറയുന്നത്, മൂന്ന് ഹോർമോൺസ് എന്ന് പറയുന്ന ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ആക്ടിവിറ്റീസ് ചെയ്യുന്നവരാണ്. സോ ദേ ആർ ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ്. ഇനി ഗ്രോത്ത് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട കാറ്റഗറി എന്ന് പറയുന്നത് അബ്സിസിക് ആസിഡ് എന്ന് പറയുന്നതാണ്. അബ്സിസിക് ആസിഡ്, അല്ലെങ്കിൽ ഇവരെ നമുക്ക് ABA എന്നുള്ള രീതിയിലും വിളിക്കാം. അപ്പോൾ ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് മൂന്നെണ്ണം: ഓക്സിൻ, സൈറ്റോകൈനിൻ, ഗിബർലിൻ. ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഒരാൾ മാത്രമേ വരുന്നുള്ളൂ. ആരാണ്? അബ്സിസിക് ആസിഡ് ആണ്, ABA ആണ്. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ആക്ടിവിറ്റിയും ചെയ്യുന്നുണ്ട്, പ്രൊമോട്ടറുമാണ്, അതുപോലെ തന്നെ ഇൻഹിബിറ്ററുമാണ്. ഇത് രണ്ടും ഒരുപോലെ ചെയ്യുന്നവനാണ് ആര്? നമ്മുടെ എത്തിലീൻ എന്ന് പറയുന്ന ഹോർമോൺ. എത്തിലീൻ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊമോട്ടിംഗ് ആക്ടിവിറ്റിയും ഇൻഹിബിറ്റിംഗ് ആക്ടിവിറ്റിയും ഒരുപോലെ ചെയ്യുന്നവരാണ് എഥിലീൻ എന്ന് പറയുന്ന ഹോർമോൺ. എഥിലീനിന്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് C2H2 എന്ന് പറയുന്നതാണ്. രണ്ട് കാർബൺ ആറ്റങ്ങൾ, അവർക്കിടയിലായിട്ട് ഒരു ട്രിപ്പിൾ ബോണ്ട്, ദെൻ വാലൻസി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ. ഇതാണ് എഥിലീനിന്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. എഥിലീൻ എന്ന് പറയുന്നത് ഒരു ഗ്യാഷ്യസ് ഹോർമോൺ ആണ്. എഥിലീൻ എന്ന് പറയുന്നത് ഒരു ഗ്യാഷ്യസ് ഹോർമോൺ ആണ്. എഥിലീൻ ഈസ് എ ഗ്യാഷ്യസ് ഹോർമോൺ. ഗ്രോത്ത് പ്രൊമോട്ടറുമാണ്, ഇൻഹിബിറ്ററുമാണ്. പക്ഷെ ഇയാളെ ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ആക്ഷൻ ആണ്. ഗ്രോത്ത് പ്രൊമോട്ടർ എന്നുള്ള സൈഡാണ് ഇൻഹിബിറ്റിംഗ് സൈഡിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ എന്ന് പറയുന്നത്. പ്രൊമോട്ടിംഗ് ആക്ടിവിറ്റീസ് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഇൻഹിബിറ്റിംഗ് ആക്ടിവിറ്റീസ്. ഇനി ഇവരുടെ ഓരോന്നിന്റെയും പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് വിശകലനം ചെയ്യാം. ഓക്സിൻ എന്താണ് ചെയ്യുന്നത്? ഓക്സിൻ ഇറ്റ് ഹെൽപ്സ് ഇൻ ഗ്രോത്ത് ഓഫ് പ്ലാന്റ് ടിഷ്യൂ. പ്ലാന്റ് ടിഷ്യൂവിന്റെ ഓവറോൾ ഗ്രോത്തിനെ സഹായിക്കുന്നതാണ് നമ്മുടെ ഓക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ. അതുപോലെ തന്നെ ലൈറ്റ് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഗ്രോത്തിന്, അതായത് നമുക്കറിയാം ചില തെങ്ങുകളൊക്കെ ലൈറ്റിനനുസരിച്ച് വളരുന്നുണ്ട് അല്ലെ, വെളിച്ചത്തിന്റെ ആ ദിശയിലേക്ക് അവർ ബെൻഡ് ചെയ്ത് വളരുന്നതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ ലൈറ്റുമായിട്ട് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഗ്രോത്തിനെ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് ഓക്സിൻ എന്ന് പറയുന്നത്. ഇനി സൈറ്റോകൈനിൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, സൈറ്റോ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സൈറ്റോ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം സെൽ എന്നാണ്.
കൈനിൻ അല്ലെങ്കിൽ കൈനസിസ് എന്നുള്ള വാക്കിലേക്കാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്. കൈനസിസ് എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ആണ്. സോ സൈറ്റോകൈനിൻ എന്ന് പറഞ്ഞാൽ സെൽ ഡിവിഷന് സഹായിക്കുന്ന ഹോർമോണിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സൈറ്റോകൈനിൻ എന്ന് വിളിക്കുന്നത്. സോ ഇറ്റ് പ്രൊമോട്ട് സെൽ ഡിവിഷൻ, ഡിലേസ് ഏജിങ് ഓഫ് സെൽ. സെല്ലുകളുടെ ഏജിങ് ഡിലേ ചെയ്യുക, അതുപോലെ തന്നെ സെൽ ഡിവിഷൻ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് സൈറ്റോകൈനിന്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. അടുത്ത ഗിബർലിൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഗിബർലിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ഹെൽപ്സ് ഇൻ ഗ്രോത്ത് ഓഫ് സ്റ്റെം, ഇനീഷ്യേറ്റ് സീഡ് ജെർമിനേഷൻ. ഇതാണ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പഠിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇനീഷ്യേറ്റ് സീഡ് ജെർമിനേഷൻ, വിത്തുകളുടെ മുളയ്ക്കലിന് സഹായിക്കുന്ന ഒരു ഹോർമോണാണ് ഗിബർലിൻ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളതും ഈ സീഡ് ജെർമിനേഷൻ എന്നുള്ള വാക്കിൽ നിന്നാണ്. സോ സീഡ് ജെർമിനേഷന് സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഹോർമോണാണ് എന്ത്? ഗിബർലിൻ എന്ന് പറയുന്നത്. പ്രൊമോട്ട്സ് ഫ്ലവറിംഗ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, സെൽ ഡിവിഷന് സഹായിക്കുന്നുണ്ട്, സീഡ് ഗ്രോത്ത് ആഫ്റ്റർ ജെർമിനേഷൻ ഇതിനൊക്കെ സഹായിക്കും. അപ്പൊ ഇതൊക്കെ ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ആക്ടിവിറ്റീസ് ആണ്. ഇവരെല്ലാവരും ഏകദേശം ഒരേ തരത്തിലുള്ള ജോലികൾ പലപ്പോഴും ചെയ്യാറുണ്ട്. എങ്കിലും വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഓക്സിൻ എന്താണ്? ലൈറ്റ് ഡിപ്പെൻഡന്റ് ഗ്രോത്തിനെ സഹായിക്കുന്നുണ്ട്. സൈറ്റോകൈനിൻ പേരിൽ തന്നെയുണ്ട്, സെൽ ഡിവിഷൻ ആണ് അവന്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി ഗിബർലിൻ എന്ത് ചെയ്യുന്നുണ്ട്? ഗിബർലിൻ ഹെൽപ്സ് ഇൻ ദ ഗ്രോത്ത് ഓഫ് ദ ഹെൽപ്സ് ഇൻ ദ ഓവറോൾ ഗ്രോത്ത് ആൻഡ് ഇൻ ദ സീഡ് ജെർമിനേഷൻ. സീഡ് ജെർമിനേഷൻ ആണ് ഏറ്റവും സ്പെസിഫിക് ആയിട്ട് അവിടെ നോട്ട് ചെയ്ത് പഠിച്ചു വെക്കേണ്ടത്. സീഡ് ജെർമിനേഷനെ സഹായിക്കുന്നു. ഇനി അബ്സിസിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു ഗ്രോത്ത് ഇൻഹിബിറ്റർ ആണ്. അപ്പൊ അയാൾ എന്താ ചെയ്യുന്നത്? ഗ്രോത്ത് ഇൻഹിബിറ്റർ ആയിട്ടുള്ള അബ്സിസിക് ആസിഡ് ഇൻഹിബിറ്റ്സ് ഗ്രോത്ത് ആൻഡ് കോസസ് വിൽറ്റിംഗ് ഓഫ് ലീവ്സ്. ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ ലീവ്സിന്റെ വിൽറ്റിംഗ്, ലീവ്സ് കൊഴിഞ്ഞു പോകുന്നതിന് സഹായിക്കുന്നു. പ്രൊമോട്ട്സ് ഡോർമൻസി ഓഫ് ദ ബഡ്സ് ആൻഡ് സീഡ്സ്. സീഡ്സിന്റെയും ബഡ്സിന്റെയും ഡോർമൻസിക്ക് സഹായിക്കുന്നത്, അതായത് അത് ആക്റ്റീവ് അല്ലാതെ ഡോർമന്റ് ആയിട്ടിരിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഹോർമോണാണ് ഏതെന്ന് പറയുന്നത്? ഈ പറഞ്ഞ അബ്സിസിക് ആസിഡ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു എഥിലീൻ എന്ന് പറഞ്ഞ ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ആക്ടിവിറ്റിയും ചെയ്യുന്നുണ്ട്, ഗ്രോത്ത് ഇൻഹിബിറ്റിംഗ് ആക്ടിവിറ്റീസും ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ഗ്രോത്ത് ഇൻഹിബിറ്റിംഗ് ആക്ടിവിറ്റീസ് ആണ് കുറച്ചുകൂടി കൂടുതൽ എന്ന് പറയുന്നത്. എഥിലീൻ ഒരു ഗ്യാഷ്യസ് ഹോർമോണാണ്. അതിന്റെ ഏറ്റവും സ്പെസിഫിക് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫ്രൂട്ട് റൈപ്പനിങ് എന്ന് പറയുന്നത്. ഫ്രൂട്ട് റൈപ്പനിങ്. ഇത്രയുമാണ് നിങ്ങൾ ഇവിടെ പ്രധാനമായിട്ടും പഠിച്ചു വെക്കേണ്ട സംഗതികൾ എന്ന് പറയുന്നത്. ഇതിനെ ആസ്പദമാക്കി വന്നിട്ടുള്ള ചില ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ പ്ലാന്റ് ഹോർമോൺ? കൂട്ടത്തിൽ പ്ലാന്റ് ഹോർമോൺ ഏതാണ്? ഈസ്ട്രജൻ എന്ന് പറയുന്നത് ഒരു ആനിമൽ ഹോർമോണാണ്. അപ്പോൾ അതല്ല, ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫീമെയിൽ ഹോർമോണാണ് ഈസ്ട്രജൻ എന്ന് പറയുന്നത്. ക്ലോറോഫിൽ എന്ന് പറയുന്നത് ഗ്രീൻ പിഗ്മെന്റ് ആണ്, പച്ച കളർ കൊടുക്കുന്ന പ്ലാന്റ്സിലെ പിഗ്മെന്റ് ആണ് ഈ ക്ലോറോഫിൽ എന്ന് പറയുന്നത്. തൈറോക്സിനും ഒരു ആനിമൽ ഹോർമോണാണ്. അതുമല്ല, ഓക്സിൻ ആണ് ഇവിടെ പ്ലാന്റ് ഹോർമോൺ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ദെൻ ദ ഗ്രോത്ത് മൂവ്മെന്റ് ഓഫ് എ പ്ലാന്റ് പാർട്ട് ടുവാർഡ്സ് ദ സ്റ്റിമുലസ് ഇൻ ആബ്സെൻസ് ഓഫ് ലൈറ്റ് ഈസ് കോൾഡ്. ഇതാണ് നമ്മുടെ അടുത്ത ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. പ്ലാന്റ് ഹോർമോൺസിന്റെ കൂടെ നമുക്ക് ചർച്ച ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ് ട്രോപ്പിക് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് ആണ് ട്രോപ്പിക് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. നമുക്കൊന്ന് പെട്ടെന്ന് ആ ട്രോപ്പിക് മൂവ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ട്രോപ്പിക് മൂവ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്ന് വിശദീകരിക്കാനായിട്ട് ശ്രമിക്കാം. എന്താണ് ട്രോപ്പിക് മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ? ദ മൂവ്മെന്റ്സ് വിച്ച് ആർ ഗ്രോത്ത് റിലേറ്റഡ് ആർ കോൾഡ് ആസ് ട്രോപ്പിക് മൂവ്മെന്റ്സ്. പ്ലാന്റ്സിന്റെ മൂവ്മെന്റ്, ചലനങ്ങൾ, അത് ഗ്രോത്തുമായിട്ട് സംബന്ധിച്ചതാണെങ്കിൽ അതിനെയാണ് നമ്മൾ ട്രോപ്പിക് മൂവ്മെന്റ്സ് എന്ന് വിളിക്കാം. അപ്പൊ ഈ ട്രോപ്പിക് മൂവ്മെന്റ്സ് ചുമ്മാതെ ഒന്നും ഉണ്ടാവില്ല. ഒരു കൃത്യമായിട്ടുള്ള സ്റ്റിമുലസിന് അനുസരിച്ചിട്ടായിരിക്കും. എന്തെങ്കിലും ഉദ്ദീപനം ഉണ്ടെങ്കിൽ മാത്രമേ അതിനനുസരിച്ചിട്ടുള്ള മൂവ്മെന്റ് ഇയാൾ കാണിക്കുള്ളൂ. അപ്പൊ അതിലെ ആദ്യത്തെ കാറ്റഗറിയാണ് ഫോട്ടോട്രോപ്പിക് മൂവ്മെന്റ് എന്ന്. ഫോട്ടോ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ആണ്. അപ്പോൾ ലൈറ്റിനനുസരിച്ചിട്ടാണ് അയാളുടെ വളർച്ച ഉണ്ടാകുന്നതെങ്കിൽ, ആ മൂവ്മെന്റ് ഉണ്ടാകുന്നതെങ്കിൽ നമ്മൾ അതിനെ ഫോട്ടോട്രോപ്പിക് മൂവ്മെന്റ് എന്ന് വിളിക്കും. ജിയോട്രോപ്പിക് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ജിയോ ഭൂമിയായിട്ട് ബന്ധപ്പെട്ടതാണ്. ഗ്രാവിറ്റിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മൂവ്മെന്റിനെയാണ് നമ്മൾ ജിയോട്രോപ്പിക് മൂവ്മെന്റ് എന്ന് വിളിക്കുന്നത്. കീമോട്രോപ്പിക് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? രാസം. കീമോ എന്ന് പറഞ്ഞാൽ കെമിക്കലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടേമാണ്. ആ കെമിക്കൽസിനനുസരിച്ചിട്ടാണ് അതിന്റെ മൂവ്മെന്റ് ഉണ്ടാകുന്നതെങ്കിൽ നമ്മൾ കീമോട്രോപ്പിക് മൂവ്മെന്റ് എന്ന് വിളിക്കും. ഹൈഡ്രോട്രോപ്പിക് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ടർ ഡിപ്പെൻഡന്റ് ആണ്. ഹൈഡ്രോ എന്ന് പറയുമ്പോൾ വെള്ളം, വാട്ടർ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള മൂവ്മെന്റിനെ നമ്മൾ എന്ത് വിളിക്കും? ഹൈഡ്രോട്രോപ്പിക് മൂവ്മെന്റ് എന്ന് വിളിക്കും. ഫൈനലി തിക്മോട്രോപ്പിക് മൂവ്മെന്റ്. തിക്മോ എന്ന് പറയുമ്പോൾ ടച്ച് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള മൂവ്മെന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? തിക്മോട്രോപ്പിക് മൂവ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ? അവിടെ തന്നെ നമുക്ക് രണ്ട് കാറ്റഗറിയിൽ പറയാൻ പറ്റും. നമ്മളിപ്പോൾ ജിയോട്രോപ്പിസം നോക്കുകയാണെങ്കിൽ, ജിയോട്രോപ്പിസം ഗ്രാവിറ്റിക്ക് അനുസരിച്ചിട്ടാണ്, ഗുരുത്വാകർഷണം എന്നുള്ള ആ ഒരു സ്റ്റിമുലസിന് അനുസരിച്ചിട്ടാണ് അതിൻ്റെ വളർച്ച ഉണ്ടാകുന്നത്.
അവിടെ ഗുരുത്വാകർഷണത്തിന് അനുസരിച്ചിട്ടാണെങ്കിൽ, അതായത് ഭൂമിയുടെ കേന്ദ്രത്തിലേക്കാണ് ആ ചെടിയുടെ ഭാഗം വളരുന്നതെങ്കിൽ അതിനെ നമ്മൾ പോസിറ്റീവ് ജിയോട്രോപ്പിസം എന്ന് വിളിക്കും. ഉദാഹരണത്തിന് വേരുകൾ, ചെടിയുടെ വേരുകൾ കൃത്യമായിട്ട് ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക് എന്നുള്ള ഡയറക്ഷനിലാണ് വളരുന്നത്. അപ്പോൾ അതെന്താണ്? പോസിറ്റീവ് ജിയോട്രോപ്പിസം ആണ്. അതേസമയം ചെടിയുടെ തണ്ട് വളരുന്നത് ഈ ഗ്രാവിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ്. ഗ്രാവിറ്റി താഴോട്ടേക്കാണ് വലിക്കുന്നതെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇയാൾ വളരും. അതിനെയാണ് നമ്മൾ നെഗറ്റീവ് ജിയോട്രോപ്പിസം എന്ന് വിളിക്കുന്നത്. ഓക്കെ, എഗെയിൻസ്റ്റ് ആണെങ്കിൽ നെഗറ്റീവ്, അതിന് അക്കോർഡിംഗ് ആണെങ്കിൽ പോസിറ്റീവ് എന്നുള്ള രീതിയിൽ എല്ലാ ട്രോപ്പിക് മൂവ്മെന്റ്സിനെയും നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഫോട്ടോ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ആണ്. അപ്പോൾ പോസിറ്റീവ് ഫോട്ടോട്രോപ്പിസം എന്ന് പറഞ്ഞാൽ ലൈറ്റിനനുസരിച്ചിട്ടുള്ള നീക്കം. ദെൻ നെഗറ്റീവ് ഫോട്ടോട്രോപ്പിസം എന്ന് പറഞ്ഞാൽ ലൈറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട്, എഗെയിൻസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവ് ആയിരിക്കും. ദെൻ ഹൈഡ്രോട്രോപ്പിസം, സ്വാഭാവികമായിട്ട് ജലത്തിന്റെ അനുസരിച്ചിട്ടുള്ള നീക്കമാണെങ്കിൽ പോസിറ്റീവ് ഹൈഡ്രോട്രോപ്പിസം എന്നും, ജലത്തിന് എഗെയിൻസ്റ്റ് ആണെങ്കിൽ നെഗറ്റീവ് ഹൈഡ്രോട്രോപ്പിസം എന്നും നമ്മൾ പറയും. കീമോട്രോപ്പിസത്തിന്റെ എക്സാമ്പിൾ പഠിച്ചു വെക്കണം. പൂവിന്റെ അണ്ഡാശയത്തിലേക്കുള്ള പരാഗണ നാളത്തിന്റെ, അതായത് പോളൻ ട്യൂബ് എന്ന് പറയും. പോളൻ ട്യൂബ് ഓവറിയിലേക്ക് കണക്റ്റ് ആവുന്നത് ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില കെമിക്കൽ മെസ്സേജസിന്റെ ഫലമായിട്ടാണ്. ഓവറി ചില കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യും, അതിനനുസരിച്ചിട്ടാണ് പോളൻ ട്യൂബ് കൃത്യമായിട്ട് ഓവറിയിലേക്ക് ഡയറക്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഇതെന്താണ്? അതൊരു പോസിറ്റീവ് കീമോട്രോപ്പിസമാണ്. ഇനി കെമിക്കൽസിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് വളരുന്നതെങ്കിൽ അത് നെഗറ്റീവ് കീമോട്രോപ്പിസം ആയിരിക്കും. ഓക്കെ, സോ പ്രധാനപ്പെട്ട ട്രോപ്പിക് മൂവ്മെന്റ്സ് നമ്മൾ നോക്കി. ഇനി ഈ ചോദ്യത്തിലേക്ക് ചർച്ച കൊണ്ടുപോകാം. ദ ഗ്രോത്ത് ഓർ മൂവ്മെന്റ് ഓഫ് എ പ്ലാന്റ് പാർട്ട് ടുവേർഡ്സ് ദ സ്റ്റിമുലസ് ഇൻ ആബ്സെൻസ് ഓഫ് ലൈറ്റ്. ആബ്സെൻസ് ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ ലൈറ്റിന് എഗെയിൻസ്റ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് എന്താണ്? നെഗറ്റീവ് ഫോട്ടോട്രോപ്പിസം. ഓക്കെ, സോ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, പ്ലാന്റ് ഹോർമോൺസും ട്രോപ്പിക് മൂവ്മെന്റ്സും. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടുണ്ട്, ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഓൾ.